ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. കാരണം നമ്മൾ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നേരെ നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാൻ ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം നമ്മൾ പോകുന്നത് ഒരു ഗവൺമെൻറ് ഓഫീസിലേക്കാണ്. അവിടെ നമുക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ക്ലിപ്സ് ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രസ്റ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഓണർ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞത്. അപ്പോൾ നേരെ പോയിട്ട് സ്റ്റാർബക്സിന് ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ വിചാരിച്ചു കേട്ടോ. കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിരിച്ച് ട്രസ്റ്റി ഓഫീസിലേക്ക് തന്നെ പോവാണ്. നമ്മൾ ഓണർ വരണം എന്നാൽ മാത്രമേ നമുക്ക് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റേഷനൊക്കെ സക്സസ്ഫുള്ളി സൈൻ ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൈഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഉച്ചവരെ മാത്രമേ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കണം. ഓൾറെഡി ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ഔട്ട്ലുക്ക് പോലെ കാണിച്ചു തരാം. അത്യാവശ്യം എല്ലാ ഫർണിച്ചേഴ്സും അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാൽക്കണിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോണത്. അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ നമുക്കത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടുന്ന് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പർച്ചേസിന് വേണ്ടി പോകും. കുട്ടി പർച്ചേസാണ്, ഒരുപാട് ഇങ്ങനെ ഹെവി ആയിട്ടുള്ള പർച്ചേസൊന്നുമല്ല. ചെറിയ കുറച്ച് പ്ലാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വേറൊരു പുതിയ വീട്ടിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. വൈഫൈ, ദേവ, എക്വാകൂൾ ഇതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് അവരുടെ NOC ഒക്കെ നമുക്ക് കിട്ടണം. ഫുൾ ബിൽസൊക്കെ പേ ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ അടുത്ത വീട്ടിലേക്ക് ഇതെല്ലാം കണക്ഷൻ കൊടുക്കണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഇതെല്ലാം ഒരു 3 to 5 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് റെഡി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പുതിയ വീട്ടിലേക്കാണ്. ഈ ഏരിയയുടെ നെയിം വന്നിട്ട് ദുബായ് സൗത്ത് എന്നാണ് കേട്ടോ. ഇവിടെയാണ് വേൾഡ്സ് ലാർജസ്റ്റ് എയർപോർട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്, അൽ മക്തും ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ എയർപോർട്ടിൻ്റെ ഫെൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സോ ഇതാണ് നമ്മളുടെ ബിൽഡിംഗ് വന്നിട്ട് സെലസ്റ്റിയ എന്നാണ് കേട്ടോ ബിൽഡിങ്ങിൻ്റെ നെയിം. അതേപോലെ ഇതിൻ്റെ ഡെവലപ്പർ വന്നിട്ട് ദമാക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. ഇത് ആക്ച്വലി ആദ്യം ഒരു ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെടികളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമുക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെടികൾ, ഞാൻ ആദ്യമായിട്ടാണ് ചെടികളൊക്കെ ഇങ്ങനെ വളർത്തുന്നത്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ചെടികളൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അതൊക്കെ നന്നായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിലാണ് അറിയാണ്ട് കയറിപ്പോയത്. ഇൻഡോർ പ്ലാന്റ്സ് എന്തായാലും നമ്മൾ മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, അയറു ഇത് അത്യാവശ്യം എല്ലാം ഒന്ന് കേടാക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരം ഞങ്ങൾ ഇൻഡോറിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം ഇവിടെ കാണുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് കേടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇൻഡോർ പ്ലാന്റ്സിലൊന്നും കൈവയ്ക്കാണ്ടിരുന്നത്. പക്ഷെ അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് അടിപൊളി പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പുറത്താണ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്തു കേട്ടോ. ബോഗൻ വില്ലാസ് നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഞങ്ങൾ 3 കളേഴ്സിലുള്ള ബോഗൻ വില്ലാസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വളർന്നു വരുന്നതാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ തുടരെ മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ചധികം ടൈമുണ്ട്, കുറച്ച് നേരത്തെയാണ് ഇന്ന്. 8 മണിക്കായിരുന്നു ഞങ്ങൾ ഷോ. ഞങ്ങൾ ഏകദേശം 6:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാളുടെ മുന്നിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചും എല്ലാം അവിടേക്ക് കയറാമെന്ന് വിചാരിച്ചു. അയർ അവളുടെ സ്കൂളത്തെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ABCD ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിനുശേഷം മൂവിക്ക് വരാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ തന്നെ മൂവി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടരെ മൂവിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇവിടെയും ഫുള്ളാണ് പാർക്കിംഗ് ഒക്കെ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ടൈം 7:30 ആവാനായിട്ടേ ഉള്ളൂ. 8 മണിക്കാണ് നമ്മുടെ ഷോ കേട്ടോ. നമ്മളിവിടെ ജംഗ്ഷൻ മാളിലാണ് പടം കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. സോ പടം കണ്ടിട്ട് റിവ്യൂ എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ. ഇവിടെ ഈ ഒരു മാളിൽ സിനിമ തിയേറ്ററിൽ മാത്രമേ അധികം തിരക്ക് കാണാറുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ സ്റ്റോളുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു ഡ്രസ്സ് മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അതിനുശേഷം നമ്മളിതാ പടത്തിന് കയറി. അടിപൊളി ഒരു പടമായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കണ്ടോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാലേട്ടൻ ഇസ് ബാക്ക് എന്ന് ശരിക്കും പറയാൻ പറ്റിയിട്ടുള്ളൊരു പടമാണ്.
അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഏകദേശം 11:30 ആയിട്ടുണ്ടായിരുന്നു. ഡിസ്കവറി പരിസരത്ത് ഏകദേശം ഒരു 11:30 ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാ സ്ഥലങ്ങളും അടയ്ക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാരസാര റെസ്റ്റോറൻറ്റിലാണ്. അവിടെ ഏകദേശം 12 മണി വരെ ഓപ്പൺ ആയിരിക്കും. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോയി. ഇത് നമ്മളെ സെക്കൻഡ് ഡേ ആണ്. പാക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഗ്യാസിൻ്റെ കണക്ഷനൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കണക്ട് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഫുഡൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ജസ്റ്റ് കെറ്റിലിൽ കുറച്ച് ചായ മാത്രം വെച്ചിട്ട് അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം ലഗേജസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളായിട്ട് നമ്മളെ കാറിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം മേജർ ആയിട്ടുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോകണ്ട. കാരണം ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് നമ്മളെ കിച്ചണിലുള്ള കുറച്ച് സാധനം, പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. നേരെ അതൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും നമ്മളെ ഫ്ലവേഴ്സൊക്കെ അവർ ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സൊക്കെ എടുത്ത് കൊണ്ടുപോയി പുറത്ത് വെച്ചു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രീൻ മാറ്റും നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് മേടിച്ചതാണ്. എന്നിട്ട് നമ്മൾ ഫ്ലവേഴ്സൊക്കെ വെച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് വളർന്നു വന്നാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള കുറച്ച് സാധനം കൂടിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഡേ ടു ഡേയിലേക്കായിരുന്നു കേട്ടോ പോയത്. ഇപ്പോൾ സമയം ഏകദേശം 3:15 പുലർച്ച. ഇപ്പോഴാണ് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മളുടെ പഴയ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ. കാരണം കുറേ അധികം സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. രാത്രിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെറ്റൊക്കെ ചെയ്ത് വരുന്നപ്പോഴത്തേക്കും ടൈമായി. നാളെ രാവിലെയാണ് നമ്മളുടെ ആദ്യകറച്ചൽ. അപ്പോൾ അതുകൊണ്ട് രാത്രിയിലെല്ലാം സെറ്റ് ചെയ്താൽ നമുക്ക് നാളെ രാവിലെ പോയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ പോയിട്ട് 2 മണിക്കൂർ ഉറങ്ങിയിട്ട് നേരെ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നലെ ആയിരുന്നു ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് എൻഡിങ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് നേരം വൈകിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസമാണ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ എടുക്കുന്നത്. സോ ഇന്നായിരുന്നു നമ്മൾ ഹൗസ് വാമിങ്. അങ്ങനെ ഹൗസ് വാമിങ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എനിക്കങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാമറാമാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് നാളത്തെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.